അപ്പൊ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എത്ര രൂപ വരെയുള്ള ആൾക്കാർ സോളാർ ചെയ്യണം? 3500 മേളിൽ കറണ്ട് ബില്ല് വരുന്നുണ്ടെങ്കിൽ സോളാർ ചെയ്താൽ ലാഭകരമാണ്. 3500 മേലിൽ കറണ്ട് ബില്ല് വരുന്ന ആൾക്കാർ ചെയ്താൽ മതി. അത് ഞാൻ അങ്ങനെ പറയാൻ കാരണം അതിന് മേളിൽ ചെയ്യുന്നവർക്ക് മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ തിരിച്ചു കിട്ടും. പവനുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ തന്നെ ഒരാൾ പറഞ്ഞ കംപ്ലൈന്റ് ആണ്, ഞങ്ങളുടെ വീട്ടിൽ സോളാർ വെച്ചിട്ട് മൊത്തം അടിയിൽ ചോർന്ന് ചേട്ടാന്നൊരു കമന്റ് കാണുകയുണ്ട്. ഇതൊരു റൈറ്റ് മെത്തേഡ് അല്ലല്ലോ ഷഫീഖ് ചെയ്തേക്കുന്നത്. ഇത് കണ്ടില്ലേ, ഈ സൈഡിൽ നമ്മൾ പാരപ്പറ്റിലേക്കാണ് ഈ സാധനം കൊടുത്തിരിക്കുന്നത്. നമ്മൾ അടിയിൽ വെറുതെ വലിയൊരു പ്ലേറ്റ്, ഇതൊരു വലിയ പ്ലേറ്റ് ആണ്, ഒരു പ്ലേറ്റ് വെച്ച് അതിൽ നിന്ന് ലെഗ് റേസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഹോളൊന്നും ഇട്ടിട്ടില്ല. ഹോൾ വേണമെങ്കിൽ ഇടാം. നമ്മളിപ്പോ അവന്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ കെമിക്കൽ ബോൾട്ടിങ് വേണമെങ്കിൽ ചെയ്യാം. ഇങ്ങനെ 4 ഹോൾ അടിക്കും. ആ ഹോൾ അടിച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒരു കെമിക്കൽ ഒഴിക്കും. ഹിൽട്ടി, ബോഷിന്റെ അല്ലെങ്കിൽ ഫോർസാക്കിന്റെ ഒക്കെ കെമിക്കൽസ് കിട്ടും. ആ കെമിക്കൽസ് ഒഴിച്ചതിന് ശേഷം നമ്മളൊരു പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ ആങ്കറിങ് ചെയ്യും. ആങ്കറിങ് ചെയ്താലുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോളുകളിലേക്ക് കെമിക്കൽ ഒഴുകി പോയിട്ട് അതിനെ തുടർന്ന് എന്തെങ്കിലും ക്രാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്രാക്ക് എല്ലാം കൺസീൽ ആയി കിട്ടും. സബ്സിഡി ലാഭമോ നഷ്ടമോ? സബ്സിഡി ലാഭം തന്നെയാണ് തീർച്ചയായിട്ടും. അത് പക്ഷേ ഒരു 3 കിലോവാട്ട്, 5 കിലോവാട്ട്, 6 കിലോവാട്ടിലൊക്കെ സബ്സിഡി ലാഭമാണ്. 8 കിലോവാട്ട് ഇപ്പൊ ഇതേപോലത്തെ ഒരു 8 കിലോവാട്ടിന്റെ പ്രോജക്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്കിപ്പോ 2 തരത്തിലുള്ള സോളാർ പാനൽസ് അവൈലബിൾ ആണ്. ഒന്ന് DCR സോളാർ പാനൽ, രണ്ട് നോൺ DCR സോളാർ പാനൽ. അപ്പൊ ഇങ്ങനെയുള്ള പാനൽസിന് ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 9 രൂപ കുറവാണ്. നമ്മളിപ്പോ ഒരു 8 കിലോവാട്ട് ഇപ്പൊ 8240 ഉണ്ട്. 8240 × 9 എന്ന് പറയുമ്പോൾ ഏകദേശം 74,000-75,000 രൂപ വ്യത്യാസം വരുന്നുണ്ട്. ടാക്സും കൂട്ടി വരുമ്പോൾ ഏകദേശം 85,000 രൂപ വ്യത്യാസം അഡീഷണൽ ആയിരിക്കും. DCRലോട്ട് പോയാൽ ഇത് 85,000 രൂപ കുറവായിരിക്കും. അപ്പൊ നമ്മളൊരു 85,000 രൂപ കൂടുതൽ ഇട്ടിട്ട് പിന്നെ ഒരു 78,000 രൂപ തിരിച്ചെടുക്കുന്നതിൽ ഒരു സെൻസ് ഇല്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് വരുമ്പോൾ 8 കിലോവാട്ടിന് മേളിലോട്ട്, 8 കിലോവാട്ട്, 10 കിലോവാട്ട് അതിന് മേളിലേക്ക് വരുന്ന എല്ലാ പ്രോജക്റ്റിലും നമ്മൾ നോൺ DCR പാനൽ, പുറത്തുനിന്ന് വരുന്ന സെല്ലുകൾ വെച്ചുണ്ടാക്കുന്ന പാനൽ ഉപയോഗിക്കുന്നതായിരിക്കും എക്കണോമിക്കലി ഫീസിബിൾ. ഇപ്പൊ ഒരുപക്ഷെ ഒരു 6 കിലോവാട്ട് ഒക്കെ മതി മാക്സിമം. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ നല്ലൊരു ഇൻവെർട്ടർ കുറച്ച് കൂട്ടി വെക്കുന്നത് നല്ലതാണ്. ഒരു 6 കിലോവാട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 10 കിലോവാട്ടാക്കി ഇൻവെർട്ടർ വെക്കുക. അതിന്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് എന്താ പറയാ പാനൽ ഒരു 12 കിലോവാട്ടൊക്കെ ആയിട്ട് കൂട്ടാൻ പറ്റും. 11.5 കിലോവാട്ടായിട്ടൊക്കെ കൂട്ടാൻ പറ്റും. കറണ്ട് ചാർജ് ഒന്നുകൂടെ കൂടിയല്ലോ, 16 പൈസയോ അല്ലെ? അപ്പൊ അത് നമ്മളെ ബാധിക്കുന്നുണ്ടോ? ആക്ച്വലി നമ്മുടെ നാട്ടിൽ നെറ്റ് മീറ്ററിംഗ് ആണ്. നെറ്റ് മീറ്ററിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്ന യൂണിറ്റും അവർ കണക്കാക്കും, നമ്മൾ ഇവിടെ നിന്ന് ഉത്പാദിപ്പിച്ച് അങ്ങോട്ട് കൊടുക്കുന്നത് കണക്കാക്കും. അപ്പൊ അതായത് യൂണിറ്റ് വെട്ടിപ്പോവുകയാണ്. അതുകൊണ്ട് നമ്മളത് ബാധിക്കുന്നില്ല. അതായത് ഇപ്പൊ 16 പൈസ ഇത്രേ ഉള്ളൂ. ഇന്ന് 10,000 രൂപ ലാഭിക്കുന്നു, നാളെ KCB പൈസ കൂട്ടുമ്പോൾ നമ്മൾ 12,000 രൂപ ലാഭിച്ചു എന്ന് പറയാം. സോളാർ വെക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് വെക്കാന്നുള്ളതാണ്. ബുദ്ധിമുട്ട് എല്ലാവർക്കും വരാൻ ചാൻസ് ഉള്ളത് ട്രാൻസ്ഫോമേഴ്സ് ഫില്ലായിക്കൊണ്ടിരിക്കുന്നുണ്ട് പലയിടത്തും. അതായത് ഒരു ട്രാൻസ്ഫോമർ 100 കിലോവാട്ടിന്റെ ട്രാൻസ്ഫോമറിൽ 90 കിലോവാട്ടാണ് നമുക്ക് മാക്സിമം വെക്കാൻ പറ്റുന്നത്. 10 വീടുകളിൽ ഒരു 5 വീടുകൾ സോളാർ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 6ാമത്തെ ആൾ പോകുമ്പോൾ KCB പറയാൻ ചാൻസ് ഉണ്ട് സോളാർ വെക്കാൻ പറ്റില്ല, ട്രാൻസ്ഫോമർ ഫില്ലാണെന്നുള്ളത്.